നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ ഫോണിൻ്റെ ക്യാമറ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ലൊക്കേഷൻ അല്ലെങ്കിൽ മൈക്രോഫോൺ എന്നിവ ഉപയോഗിക്കുന്ന സമയത്ത് റൈറ്റ് സൈഡ് കോർണറിൽ ഇതുപോലെ പച്ച കളറിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കളറിൽ ലൈറ്റുകൾ ഇങ്ങനെ കത്തി നിൽക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. അത് വലിയ വിഷയമുള്ള കാര്യമൊന്നുമല്ല, സ്വാഭാവികമാണ്. അങ്ങനെ നമ്മൾ ഓപ്പൺ ചെയ്ത് ഉപയോഗിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ലൈറ്റുകൾ കാണാം. പക്ഷേ നമ്മൾ ഇതൊന്നും ഉപയോഗിക്കുന്നില്ല, ക്യാമറ ഓപ്പൺ ചെയ്യുന്നില്ല, അതുപോലെ തന്നെ മൈക്രോഫോൺ ഉപയോഗിക്കുന്നില്ല. എന്നിട്ടും പല കളറുകളിൽ ഇങ്ങനെ ലൈറ്റുകൾ കത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മളറിയാതെ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ലൊക്കേഷൻ, ക്യാമറ, മൈക്രോഫോൺ മറ്റാരോ ആക്സസ് ചെയ്യുന്നുണ്ട് എന്നതിൻ്റെ ഒരു സൂചനയാകാം അത്. ഒരുപാട് ആപ്ലിക്കേഷൻസ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്നവരായിരിക്കും. ഒരുപാട് തേർഡ് പാർട്ടി ആപ്ലിക്കേഷനിൽ ഒരുപാട് പെർമിഷൻസും നമ്മൾ അലോ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആവശ്യമില്ലാത്ത പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുന്നതിൻ്റെ കാരണമാകാം ഇങ്ങനെ അവർ പല കാര്യങ്ങളും ആക്സസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? ഇത് കണ്ടുപിടിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് എങ്കിലും ഇത് നമുക്ക് ഒരു പരിധിവരെ തടയാൻ സാധിക്കും. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. എന്നിട്ട് ഞാൻ ഈ കാണിക്കുന്ന പോലെ തന്നെ നിങ്ങളുടെ മൊബൈലിലും ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ മൊബൈലിൻ്റെ ക്യാമറ ഓപ്പൺ ചെയ്യാണ്. ക്യാമറ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതാ കണ്ടോ, ഇവിടെ ഒരു ഗ്രീൻ ഡോട്ട് കാണാൻ സാധിക്കും, ഒരു പച്ച ലൈറ്റ് കത്തുന്നതായിട്ട് കാണാൻ സാധിക്കും. ക്യാമറ ഓഫ് ചെയ്യുമ്പോൾ ബാക്ക് വരുമ്പോൾ ആ ലൈറ്റ് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇനി മൈക്രോഫോൺ, ഞാനിപ്പോൾ വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോൾ മൈക്രോഫോൺ ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടാണുള്ളത്. അപ്പോൾ ഇതാ ഇവിടെ കണ്ടോ ഒരു ഗ്രീൻ ലൈറ്റ് കാണാൻ സാധിക്കും. ഇനി നേരെ ബാക്ക് വന്നിട്ട് ആ മൈക്രോഫോൺ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് പോവുകയും ചെയ്യും. പക്ഷേ ഇതൊന്നും ഓപ്പൺ ചെയ്യാതെ തന്നെ ഇവിടെ ലൈറ്റ് കത്തി നിൽക്കുമ്പോൾ നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക? അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സെർച്ച് ബാറിൽ പെർമിഷൻ എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുക്കുക. അപ്പോൾ പെർമിഷൻ മാനേജർ എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ തന്നെ പെർമിഷൻ മാനേജർ നിങ്ങൾക്ക് ലഭിക്കും. അത് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 3 ഓപ്ഷൻസ് നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. ആദ്യമായിട്ട് നമുക്ക് ക്യാമറ എടുക്കാം. ഇവിടെ അലോഡ് ഓൾ ദ ടൈം എന്ന ഭാഗത്ത് ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അത് അതിൽ നിന്ന് മാറ്റിയിട്ട് അലോഡ് ഓൺലി വൈൽ യൂസിങ് ദ ആപ്പ് എന്ന ഭാഗത്തേക്ക് മാറ്റി കൊടുക്കുക. ഓക്കെ, അവിടെ എൻ്റെ ആപ്ലിക്കേഷൻ ഒന്നും കാണുന്നില്ല, താഴെയാണ് ഉള്ളത്. താഴെയുള്ള ആപ്ലിക്കേഷൻസ് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിലേതെങ്കിലും ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അലോ ഓൺലി വൈൽ യൂസിങ് ദ ആപ്പ് എന്ന ഭാഗത്താണ് ഞാൻ മാറ്റി കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഈ ഒരു ആപ്ലിക്കേഷനിൽ ക്യാമറയുടെ പെർമിഷൻ വേണ്ട എങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന ഡോൺ അലോ എന്ന ഭാഗത്താണ് മാറ്റി കൊടുക്കേണ്ടത്. ഓക്കെ, അങ്ങനെ എല്ലാ ആപ്ലിക്കേഷനിലും നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുമല്ലോ ഏത് ആപ്ലിക്കേഷനാണ് ക്യാമറയുടെ പെർമിഷൻ വേണ്ടത്. ചിലപ്പോൾ ഏതെങ്കിലും ഒരു ആപ്പ് ലോക്ക് അല്ലെങ്കിൽ കാൽക്കുലേറ്റർ അല്ലെങ്കിൽ കലണ്ടർ, അതിനൊന്നും ക്യാമറയുടെ ആവശ്യം ഇല്ല. അപ്പോൾ അതിനൊന്നും നിങ്ങൾ പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഏതെങ്കിലും തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഉണ്ടോ എന്ന് നോക്കുക. അത് ഓപ്പൺ ചെയ്തിട്ട് അതിൽ പെർമിഷൻ അലോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡോൺ അലോ എന്ന ഭാഗത്തേക്ക് മാറ്റി കൊടുക്കുക. കണ്ടോ, ഇവിടെ ഡോൺ അലോ എന്ന ഭാഗത്തേക്കാണ് മാറ്റി കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചതേ ഉള്ളൂ. എൻ്റെ മൊബൈലിൽ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ഇവിടെ കാണുന്നില്ല. ഓക്കെ, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇവിടെ ലൊക്കേഷൻ എന്ന ഭാഗം കാണാൻ സാധിക്കും. അത് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഇവിടെയും ഞാനിപ്പോൾ ഗൂഗിളിൻ്റെത് അലോഡ് ഓൾ ദിസ് ടൈം എന്ന ഭാഗത്തേക്ക് കൊടുത്തിട്ടുണ്ട്. ഗൂഗിളിൻ്റെ നമുക്ക് പെർമിഷൻ വേണ്ടത് ആവശ്യമുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ കൊടുത്തത്. ബാക്കിയുള്ളതൊക്കെ ഞാൻ അലോഡ് ഓൺലി വൈൽ യൂസിങ് ദ ആപ്പ് എന്ന ഭാഗത്തേക്കാണ് മാറ്റി കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെയും ഒരുപാട് ആപ്ലിക്കേഷൻസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതും അല്ലാത്തതുമായിട്ടുള്ളത് കാണാൻ സാധിക്കും. ഇതിൽ എല്ലാ ആപ്ലിക്കേഷനും നമുക്ക് ലൊക്കേഷൻ്റെ പെർമിഷൻ ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് അവിടെ നിങ്ങൾ ലൊക്കേഷൻ്റെ പെർമിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഡോൺ അലോയിലേക്ക് മാറ്റി കൊടുക്കുക. ഓക്കെ, ഏകദേശം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും ഞാൻ നേരത്തെ പറഞ്ഞ കാറ്റഗറിയിലുള്ള ആപ്ലിക്കേഷൻസ് അതിലൊന്നും ലൊക്കേഷൻ്റെ പെർമിഷൻ ആവശ്യമേ ഉണ്ടാകുകയില്ല. അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക. പിന്നെ ഇവിടെ മൈക്രോഫോൺ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അവിടെയും അലോഡ് ഓൾ ദ ടൈം എന്ന ഭാഗത്ത് ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അത് വൈൽ യൂസിങ് ദ ആപ്പിലേക്ക് മാറ്റി കൊടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന ഈ ഭാഗത്ത് എവിടെയെങ്കിലും തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസിൽ നിങ്ങൾ വോയിസിൻ്റെ, അതായത് മൈക്രോഫോണിൻ്റെ പെർമിഷൻ കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കുക. കാരണം സാധാരണ എല്ലാ ആപ്ലിക്കേഷനിലും നമുക്ക് മൈക്രോഫോണിൻ്റെ ആവശ്യം ഇല്ല. അപ്പോൾ അതിലൊക്കെ നിങ്ങൾ മൈക്രോഫോണിൻ്റെ പെർമിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്തിട്ട് ഡോൺ അലോ എന്ന ഭാഗത്തേക്ക് മാറ്റി കൊടുക്കുക. ഓക്കെ, എല്ലാ ആപ്ലിക്കേഷനും നിങ്ങൾക്ക് പെർമിഷൻ കൊടുക്കേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഏകദേശം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷനിൽ മൈക്രോഫോണിൻ്റെ ആവശ്യം ഉണ്ടോ ഇല്ലയെന്ന് മനസ്സിലാവും. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ സാധിക്കുക.
പല ആളുകളും ഇങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ മൊബൈലിലും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ ഈ കാണിക്കുന്ന പോലെ നിങ്ങളൊന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. ഓക്കെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. Bye-bye.